ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DPNൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വസിക്കാം, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്യാമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപോലെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്താണെന്നൊന്ന് നോക്കാം. Queen of Wands, Two of Cups, Five of Wands, Nine of Wands and Knight of Swords. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ കാർഡ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കുറച്ച് തർക്കങ്ങളും കോൺഫ്ലിക്ട്സും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ്. ഇവിടെ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓവർ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ബർഡൻ മുഴുവൻ ചുമന്ന് ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ ഒരു തർക്കം ഉണ്ടായത്. പക്ഷേ പുറമേ എത്രയൊക്കെ വഴക്കും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും രണ്ടുപേരുടെ മനസ്സിൻ്റെ ഉള്ളിൽ പരസ്പരം അത്രത്തോളം ഇഷ്ടവും സ്നേഹവും അട്രാക്ഷനും എന്താ പറയുക പാഷനും എല്ലാം തികഞ്ഞ ഒരു ഫീലിങ്സാണ് രണ്ടുപേർക്കും ഉള്ളത്. കാരണം ഈ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സോൾ കണക്ഷനാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പകരം വയ്ക്കാൻ മറ്റൊരാൾ രണ്ടുപേരുടെ മനസ്സിലില്ല. കാര്യം അത്രത്തോളം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനും പറ്റുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പുറമേ എത്രത്തോളം വഴക്കുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കും. ഇനി എത്ര നാൾ അല്ലെങ്കിൽ ഇപ്പോൾ എത്ര വർഷത്തോളം സംസാരിക്കാതിരുന്നാലും കോണ്ടാക്റ്റ് ഇല്ലാതിരുന്നാലും പിന്നെ ഒരു സമയം കൂട്ടായി സംസാരിക്കുമ്പോൾ നിങ്ങൾ അത്രത്തോളം ഇപ്പം കണ്ട് പിരിഞ്ഞതുപോലെ അത്രത്തോളം കൂളായിട്ടായിരിക്കും സംസാരിക്കുന്നത്. കാരണം രണ്ടുപേർക്കും മനസ്സിൽ അത്രത്തോളം ഇഷ്ടം പരസ്പരം ഉള്ള വ്യക്തികളാണ്. അപ്പോൾ ഇപ്പോൾ എന്തിൻ്റെ പേരിലായാലും തർക്കമൊന്നും പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും പുറമേ ഈ ഒരു തർക്കമൊക്കെ ഉണ്ടെങ്കിൽ പോലും മനസ്സിൽ രണ്ടുപേർക്കും സ്നേഹമുള്ളതായിട്ടാണ് കാണുന്നത്. ഓവറോൾ എനർജി ആയിട്ട് രണ്ടുപേരും ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇത് കുറച്ച് നാളായിട്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ഇവിടെ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയായിരിക്കും ഇപ്പോൾ ഇനി എന്ത് തടസ്സവും വന്നോട്ടെ, എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ഈ വ്യക്തിയെ കാണണം എന്നുള്ള രീതിയിൽ ഫാസ്റ്റായിട്ട് നിങ്ങളടുത്തോട്ട് മുന്നോട്ട് വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ വരുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതാണ് നമുക്കിവിടെ ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ എത്രത്തോളം വിശ്വസിക്കാം, പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണോ നിങ്ങളുടെ പേഴ്സൺ എന്ന് നമുക്കൊന്ന് നോക്കാം. aloneness, mind,
beyond illusion, slowing down, rebirth, traveling, rightness, the lovers, transformation, participation, the rebel, celebration, morality, playfulness, and the source. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവർ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ ഓവറോൾ എനർജിയിൽ പറഞ്ഞായിരുന്നു നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കുറച്ച് കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു തകർന്ന അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ രണ്ടുപേർക്കും സ്നേഹവും ഇഷ്ടവും പാഷനും അട്രാക്ഷനും എല്ലാം ഉണ്ട്. അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് രണ്ടും കൽപ്പിച്ച് വരാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു തകർച്ചയും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ പേഴ്സണെ നല്ലതായിട്ട് ബാധിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവരിപ്പോൾ അവരുടെ ലൈഫിൽ അവരുടെ ഫാമിലി കൂടെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും എന്ത് രീതിയിലായിരുന്നാലും അവരുടെ ജോലിയൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അവർ മാനസികമായിട്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർ തികച്ചും ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ കൂടിയാണ് ഇപ്പോഴും അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മൈൻഡിൽ ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളും, എങ്ങനെയാണ് റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോവേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചൊന്നും അറിയാൻ വയ്യ, അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ച് അവരുടെ മനസ്സിൽ ഒരുപാട് ഓവർ തിങ്കിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. പഴയതുപോലെ സ്മൂത്തായിട്ടല്ല റിലേഷൻഷിപ്പ് പോകുന്നത്. ചിലപ്പോൾ ഒരു എന്താ പറയുക ലെസ് കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് തന്നെ ആയിരിക്കാം. അങ്ങനെ കുറച്ച് നാളായിട്ട് മുന്നോട്ട് പോകുന്ന റിലേഷൻഷിപ്പും ആവാം. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഒരു പെയിൻ നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെയിൻ മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് ആലോചിച്ചൊരു വല്ലാത്തൊരു ടെൻഷനാണ്. കാര്യം നിങ്ങൾ ഇനി ഇവിടെ നിന്ന് മിസ്സായി പോകും, നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകുമോ എന്നൊക്കെ അവർക്ക് വല്ലാത്തൊരു ചെറിയൊരു പേടിയും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു നിശബ്ദതയിൽ അല്ലെങ്കിൽ ഒരു സൈലൻസ്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് അധികം ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു പോസായി നിന്നപ്പോഴാണ് അവർ കുറച്ച് കാര്യങ്ങൾ അവർ തിരിച്ചറിയുന്നുണ്ട്. അവരുടെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അവർ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല ആക്റ്റീവായിട്ട് നിന്നില്ല. ഒരു പക്ഷേ നിങ്ങളുടെ തോളിലായിരുന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ചുമലിലായിരിക്കും ആ മൊത്തം ഒരു ബർഡനായിട്ട് ഇരുന്നത്. അതായത് ഫുൾ എനർജി നിങ്ങൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ സൗകര്യം കിട്ടുന്ന സമയത്ത് അവരുടെ ഒരു കൺവീനിയൻറ്റ് ടൈമിങ്ങിൽ മാത്രമേ നിങ്ങളെ മീറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കൂ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ഒരു ആക്റ്റീവായിട്ട് കൊണ്ടുവരാൻ മുന്നോട്ട് വരൂ എന്നൊക്കെ രീതിയിൽ കാര്യങ്ങൾ പോയപ്പോഴായിരിക്കും ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പിന് ഒരു പോസ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ ധാരണ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ റിലേഷൻഷിപ്പ് വിട്ടു പോകില്ല, അവർക്കുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയാലും വലിയ പ്രശ്നമൊന്നും വരത്തില്ല, നിങ്ങളിവിടെ തന്നെ കാണും. പക്ഷേ നിങ്ങളുടെ മനസ്സിലെ ഒരു കൺഫ്യൂഷൻ, എന്താണ് സംഭവിക്കുന്നത്, എനിക്ക് ആവശ്യത്തിന് സമയം തരുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇതിനിടയ്ക്ക് വരുന്നതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ മനസ്സിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, അവരുടെ ടൈമിങ് ശ്രദ്ധിക്കുന്നു, അവരുടെ പ്രിഫറൻസ് നോക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് സമയം തരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ പോലെ നിങ്ങൾ അവരുടേതാണെന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഉള്ളത് കൊണ്ടാണ് അവർ ആ ഒരു സ്ലോയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ നോക്കിയത്. പല കാര്യങ്ങളിലും അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അവരൊരു എക്സ്പ്ലനേഷൻ തരാൻ തയ്യാറാവാത്തത് തന്നെ ആരും ചോദ്യം ചെയ്യുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ഒരു ടൈപ്പ് സ്വഭാവമാണ്. അതായത് അവരൊരു റിബൽ, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ടാരോ കാർഡ്സിൽ പറയും പോലെ എംബറിൻ്റെ ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്. അതായത്
ശരിക്കും നല്ലൊരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ്. കഷ്ടപ്പെട്ട് സ്വന്തം ജീവിതം പടുത്തുയർത്തിക്കൊണ്ടുവന്ന ആളാണ്. ശരിക്കും നല്ല സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ ലൈഫിനെ കൊണ്ടുപോകുന്ന ആൾ, ഡിസിപ്ലിനായിട്ട് കൊണ്ടുപോകുന്ന ആൾ ആണ്. അതുകൊണ്ട് തന്നെ അവരാരും ചോദ്യം ചെയ്യുന്നതോ ഒന്നും അവർക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല കാര്യങ്ങൾക്കും അവരുടെ ഭാഗത്തുനിന്ന് ശരിക്കുള്ള ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ അവരെന്തിനു ചെയ്തു എന്ന് അവരൊരു മറുപടി തരാൻ കൂടി ചിലപ്പം തയ്യാറായില്ല എന്ന് വരും. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് തകർച്ചയൊക്കെ നേരിട്ടത്. പക്ഷേ എന്നിരുന്നാലും ഇവർ എത്രയൊക്കെ ഈഗോ ആയിട്ട് കാണിച്ചിരുന്നാലും അവരുടെ ഉള്ളിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റുന്നത്, അത്രത്തോളം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരു വീട്ടിലിരുന്ന് സംസാരിക്കുന്ന അത്രത്തോളം ഫ്രീ ആയിട്ട് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന, ഈ ലവേഴ്സ് കാർഡിൽ കാണും പോലെ നമുക്കിവിടെ ലവേഴ്സ് കാർഡുണ്ട്, റൈറ്റ്നെസ് ഉണ്ട്, പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇമോഷൻ ഫുൾഫിൽമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. റൈറ്റ്നെസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എല്ലാം തികഞ്ഞ ഒരു റിലേഷൻഷിപ്പാണിത്. എല്ലാം കൊണ്ടും കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത് അവരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മണ്ഡലയുടെ ഒരു ഇമേജ്, അതായത് ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസാണ്. ഇതിലിപ്പോൾ നാല് പെറ്റൽസ് ഉണ്ട്. ആ 4 പെറ്റൽസും ചേരുമ്പോഴേ ആ ഫ്ലവറിന് ഒരു ഭംഗി വരുള്ളൂ. അതായത് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോഴേ ആ ഒരു റിലേഷൻഷിപ്പിൽ അത്രത്തോളം ഒരു പൂർണ്ണത വരുമെന്ന് ആ വ്യക്തിക്കറിയാം. ലവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ദൗർബല്യങ്ങളും എല്ലാം മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലും. നിങ്ങൾക്ക് അവർ മാറ്റി നിർത്തി നിങ്ങൾക്ക് വേറൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അത്രത്തോളം നിങ്ങൾക്ക് അവരുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ ഓവറോൾ എനർജി കണ്ടതുപോലെ ആ ഒരു 2 ഓഫ് കപ്സ് കണ്ടതുപോലെ ഇവിടെയും ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം പകരം വയ്ക്കാൻ മറ്റൊരാളില്ല. അത്രത്തോളം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളൊരു റിലേഷൻഷിപ്പാണിത്. പക്ഷേ അവരുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ ചില കുറേ സാഹചര്യങ്ങളാവാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം ഈ റിലേഷൻഷിപ്പിൽ അവരൊരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം പ്രിഫറൻസ് തരാതെ അല്ലെങ്കിൽ പ്രയോറിറ്റി തരാതെ നിങ്ങളെ മാറ്റി നിർത്തി ചില സമയത്തൊക്കെ ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹൈഡ് ചെയ്തത് കൊണ്ടും ഒക്കെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ അവർ അത് മനസ്സിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞതുപോലെ അവർ ലൈഫിനെ ഒരുപാട് ഈ മൊറാലിറ്റി പറയുമ്പോൾ ഒരുപാട് ഓവർ സ്ട്രിക്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ വെട്ടുന്ന തുണ്ടൻ്റെ ഉണ്ട്. അതായത് ഒന്നിൽ ശരി അല്ലെങ്കിൽ തെറ്റെന്നുള്ള രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവാതെ അവർ ഒരു പക്ഷേ നേരെ അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പറഞ്ഞ പോലെ റിബലും മൊറാലിറ്റി ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഭയങ്കര സ്നേഹവും ഇഷ്ടമാണ്. ഈ ഒരു സെലിബ്രേഷൻ എന്ന കാർഡ് കാണും പോലെ അവരുടെ അതേ മൈൻഡ് സെറ്റുള്ള ആളാണ് നിങ്ങളും. നിങ്ങൾ രണ്ടുപേരും മുമ്പ് ഒരുപാട് ഒരുമിച്ചിരുന്ന നിമിഷങ്ങളെക്കുറിച്ചൊക്കെ അവരിപ്പം ആലോചിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് വർഷത്തെ പരിചയമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ കുറേ ഫ്രണ്ട്സ് ആയിരുന്നിട്ട് പിന്നെ ഒരു റിലേഷൻഷിപ്പിൽ വന്നതാവാം, അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാവാം. അത്രയും ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ പഴക്കമുള്ള കുറേ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലിപ്പോൾ ഓടി വരുന്നുണ്ട്. നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവാം. ആ ഒരു സന്തോഷ നിമിഷങ്ങൾ ഇനിയും വരണമെന്ന് തന്നെയാണ് അവരിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു റീബർത്ത് എന്ന കാർഡ് വന്നിട്ടുണ്ട്, ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. ഈ റീബർത്ത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം എൻഡാവുന്നതാണ്. എൻഡായിട്ട് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ട്രാൻസ്ഫോർമേഷനിലോട്ട് പോകുന്നതുമാണ്. ഈ 2 കാർഡ് ഇവിടെ വന്നതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റൊരു ലെവലിലോട്ട് മാറാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊന്ന് മാറി വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ റിലേഷൻഷിപ്പ് എൻഡായെടുത്ത് നിന്ന് തന്നെ അതൊരു പുതിയ ഫോമിൽ റീബർത്ത് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു എന്ന് തന്നെ നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർ ഇപ്പോൾ അവരുടെ തെറ്റുകൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നുണ്ട് ഒരുപാട് ഇങ്ങനെ സീരിയസ് ആയിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഈ റിലേഷൻഷിപ്പ് കുറച്ചൊന്ന് താഴ്ന്നു വരണം, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സോഫ്റ്റായിട്ട് സംസാരിക്കണം. സ്പീഡിൽ നിങ്ങളത്തേക്ക് എത്തുവാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ട്രാവലിങ്ങിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ ഉടനെ അവരിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ നേരിട്ട് വന്ന് കാണാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങളിലേക്ക് അത്രത്തോളം ഒരു ഇഷ്ടത്തോടു കൂടി തന്നെ നിങ്ങളിൽ നിന്ന് ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് തന്നെ നിങ്ങളത്തെ കാര്യങ്ങൾ സംസാരിച്ച് ഒരു നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്.
നമുക്കിവിടെ അവസാനമായി കിട്ടിയിരിക്കുന്ന കാർഡ് സോഴ്സ് എന്നൊരു കാർഡാണ്. ആ കാർഡ് അർത്ഥമാക്കുന്നത് ഫുൾ ഓഫ് റിസോഴ്സസ് എന്ന ഒരു കാർഡാണിത്. അതായത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു നല്ല റിലേഷൻഷിപ്പിന് വേണ്ട ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു റിലേഷൻഷിപ്പാണിത്. നിങ്ങൾക്ക് മ്യൂച്വലായിട്ടൊരു ലവ് ഉണ്ട്, കെയറിംഗ് ഉണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, പാഷൻ ഉണ്ട്. അങ്ങനെ മിക്കവാറുമുള്ള അത്യാവശ്യമുള്ള എല്ലാ ഘടകങ്ങളും നല്ല റിലേഷൻഷിപ്പിന് വേണ്ട കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ മനുഷ്യരാണ്, എല്ലാവരും പൂർണ്ണരായിരിക്കത്തില്ല, എല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാം തികഞ്ഞവരായിരിക്കില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും വാശികളും ചെറിയ ഈഗോ ക്രാഷസൊക്കെ ചിലപ്പം ഉണ്ടായെന്ന് വരാം. അത് മാറ്റി നിർത്തിയാൽ എല്ലാം തികഞ്ഞ ഒരു റിലേഷൻഷിപ്പാണത്. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യവും ഈ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴെങ്കിലും ഒരു സ്ലോ ആയി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ്, അല്ലെങ്കിൽ നിന്നുപോയി എന്ന് തോന്നിയാൽ പോലും അവിടെ നിന്നത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് ഒരിക്കലും അവസാനിക്കേണ്ട ബന്ധമല്ല. ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് തോന്നാം കുറച്ച് ഒരു ജാടയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത ആളാണ് എന്നൊക്കെ തോന്നിയാൽ പോലും ഉള്ളിൽ അവർ ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രത്തോളം സ്നേഹവും ഇഷ്ടവും പറഞ്ഞ പോലെ ലവേഴ്സിൽ കാർഡിൽ കാണും പോലെയുള്ള അത്രത്തോളം ഒരു സ്നേഹമാണ് നിങ്ങളോട് ഉള്ളത്. പക്ഷേ അവർക്ക് ചിലപ്പോൾ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ അറിയാത്തതാവാം. അപ്പോൾ നമുക്ക് ഈ സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. കണ്ണൂർ ഡിസ്ട്രിക്റ്റ്, മൂലം നക്ഷത്രം, ലെറ്റർ I, പൂയം നക്ഷത്രം, ഉത്രം നക്ഷത്രം, ഓഗസ്റ്റ് മന്ത്, ലെറ്റർ R, തൃക്കേട്ട നക്ഷത്രം, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, സെപ്റ്റംബർ മന്ത്, അക്വേറിയസ്, ടോറസ്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്, രോഹിണി നക്ഷത്രം, ലെറ്റർ Z, മാർച്ച് മന്ത്, ജെമിനി, ലെറ്റർ X, ഏരീസ്, തിരുവാതിര നക്ഷത്രം ആൻഡ് ലെറ്റർ O. അപ്പോൾ ഇതായിരുന്നു നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.